السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على النبي المصطفى وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ഇഅ്മാലു ഇസ്മിൽ ഫാഇൽ എന്ന ഭാബാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബിലെ ആദ്യത്തെ ബെയ്ത്തും അതിൻ്റെ ഷറഹും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ 2 ബെയ്ത്തുകളും അതിൻ്റെ ഷറഹുമാണ്, ചെറിയ ഷറഹുമാണ് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനമായി നമ്മൾ പറയാനിരിക്കുന്നത് ഇസ്മുൽ ഫാഇൽ ഫിഇലിൻ്റെ അമൽ ചെയ്യാനുള്ള ഒരു ഷർത്താണ്, ഒരു മാനദണ്ഡമാണ്. വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു ചെറിയ പോയിന്റ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവലിയൻ ഇസ്തിഫാമൻ ഔ ഹർഫ നിദാ ഔ നഫ്യൻ ഔ ജാസിഫതൻ ഔ മുസ്നദാ وقد يكون نعت محذوف عرف فيستحق العمل الذي وصف. ആദ്യമായി ഇസ്മുൽ ഫാഇൽ അമൽ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് വലിയ ഇസ്തിഫാമിൻ്റെ ഹംസിനു ശേഷം വരണം. വലിയ എന്ന് പറഞ്ഞാൽ ശേഷം വരിക. ഇസ്തിഫാമിൻ്റെ ശേഷം വരണം. ഔ ഹർഫ നിദാഇൻ്റെ ഹർഫായ യാനോ അയ്യുഹ എന്നുള്ളതിൻ്റെയൊക്കെ ശേഷം വരണം. ഔ നഫ്യൻ അല്ലെങ്കിൽ നഫ്യിൻ്റെ അദാത്തിനു ശേഷം വരണം. അല്ലെങ്കിൽ ഔ ജാ സിഫത്തൻ ഔ മുസ്നദ, ഒന്നുകിൽ സിഫത്തായിട്ടോ അല്ലെങ്കിൽ മുസ്നദായിട്ടോ ഒക്കെ വരണം. എല്ലാം നമുക്കറിയാവുന്ന ടേമുകൾ തന്നെയാണ്. എന്താണ് സിഫത്ത്, എന്താണ് മുസ്നദ്, ഓക്കെ. ഇങ്ങനെ 1, 2, 3, 4, 5 രീതികളിൽ വന്നാൽ മാത്രമാണ് ഇതിന് അമൽ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷാറ ബിഹാദൽ ബൈത്ത്, ഈ ബൈത്ത് കൊണ്ട് മുസന്നിഫ് സൂചിപ്പിക്കുന്നത് ഇല അന്ന ഇസ്മൽ ഫാഇലി ലാ യഅമലു ഇല്ലാ ഇദാ അഅ്തമദ അലാ ഷൈഇൻ ഖബ്ലഹു. ഇസ്മുൽ ഫാഇൽ അമൽ ചെയ്യില്ല എന്നാണ് എപ്പോഴൊഴികെ ഇല്ലാ ഇദാ അഅ്തമദ അലാ ഷൈഇൻ ഖബ്ലഹു, അതിന് താങ്ങി നിർത്താൻ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വേണം. ഒരു ഇസ്തിഫാമോ ഒരു നിദാഓ ഒരു നഫ്യോ ഒരു സിഫത്ത്, ഓക്കെ. എങ്ങനെയാണ് താങ്ങി നിർത്തുക? ബഅദൽ ഇസ്തിഫാമി, അത് ഇസ്തിഫാമിന് ശേഷം വരണം. ഉദാഹരണം അളാരിബുൻ സൈദൻ അംറ, സെയ്ദ് അംറിനെ അടിക്കുന്നവനാണോ? ഔ ഹർഫൻ നിദാഇ യാ ത്വാലിഅൻ ജബല, പർവ്വതാരോഹകനെ, പർവ്വതം കയറുന്നവനെ എന്ന് വിളിക്കുക. ഇവിടെ കണ്ട ത്വാലിഅൻ എന്നുള്ളത് ജബലിന് നസ്ബ് ചെയ്യണമെങ്കിൽ, ജബലിൻ്റെ നാസിബായിട്ട് ത്വാലിയൻ എന്നുള്ളത് മാറണമെങ്കിൽ ഈ ത്വാലിയൻ്റെ മുമ്പ് യാ വരണം, അല്ലെങ്കിൽ നഫി വരണം. മാ ലാരിബുൻ സെയ്ദുൻ അംറ, ഇവിടെ സെയ്ദ് എന്നുള്ളതിന് റഫ്ഉം അംറ് എന്നുള്ളതിന് നസ്ബും ചെയ്യാൻ ലാരിബ് എന്നുള്ളതിന് പ്രാപ്തി വേണമെങ്കിൽ ആദ്യം എന്ത് വേണം? അതിനു മുമ്പ് ഒരു മാ വേണം. ഔ യഖാനാത്തൻ, അല്ലെങ്കിൽ ഈ ഇസ്മ ഫായിലിന് ആയത്തായിട്ട് വരണം. മറർത്തു ബിറജുലിൻ ലാരിബിൻ സെയ്ദൻ എന്നുള്ളതിന് നസ്ബ് ചെയ്തത് ലാരിബ് തന്നെയാണ്. കാരണം ഈ ലാരിബ് ഇവിടെ ഒരു നായത്താണ്, റജുല് എന്നുള്ളതിൻ്റെ എന്ന മൻഊത്തിൻ്റെ നായത്താണ് ലാരിബ്. അല്ലെങ്കിൽ ഹാലായിട്ട് വരണം. ജാ സെയ്ദുൻ റാക്കിബൻ ഫറസ, ഇവിടെ ഫറസൻ എന്നുള്ളതിന് നസ്ബ് ചെയ്തത് റാക്കിബാണ്, കാരണം അത് ഹാലാണ്. വയഷ്മലു ഹാദൈനി നൗഇനി ഖൗലഹു, ഈ 2 നൗഇനെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഔ ജാസിഫത്തൻ. ഏത് 2 നൗഇനെ? ഹാലിനെയും നഅത്തിനെയും ഉൾക്കൊള്ളിക്കുന്നു. ഏത് വാക്ക്? മുസന്നിഫിൻ്റെ ഏത് വാക്ക്? ഔ ജാസിഫത്തൻ, സിഫത്തായിട്ട് വന്നു എന്ന് പറയുന്നത്. ഈ 2 അങ്ങനെ പറയുള്ളൂ, അല്ലാതെ ഇപ്പോൾ അവിടെ ഹാല് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ബൈത്തിൻ്റെ ലറൂറത്തിൽ അത്രേ പറയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതും കൂടി മനസ്സിലാക്കണം. ഇനി മുസ്നദൻ എന്ന് പറഞ്ഞു, അത് കുറച്ചും കൂടി വിശാലമാണ്. മുസ്നദൻ എന്ന് പറഞ്ഞാൽ യഅമലു ഇദാ വഖ ഖബറൻ, മുസ്നദ് വിശാലമാണല്ലോ. ഒന്നുകിൽ ഈ ഇസ്മു ഫാഇൽ ഖബറായിട്ട് വന്നു. ഖബർ എന്ന് പറഞ്ഞാൽ വെറും ഖബറിന് എത്ര ഉണ്ട് അല്ലേ? യഷ്മലു ഖബറൽ മുബ്തദൈ, മുബ്തദവും ഖബറും ഉണ്ട്, ഇന്നൻ്റെ ഖബറുണ്ട്, കാനൻ്റെ ഖബറുണ്ട് അല്ലേ? ആദ്യം മുബ്തദൈൻ്റെ ഖബറായിട്ട്. ഉദാഹരണം സെയ്ദുൻ ലാരിബുൻ അംറ, അംറ എന്നുള്ളതിന് നസ്ബ് ചെയ്തത് ആര്? ലാരിബ് എന്ന് പറയുന്ന ഖബറാണ്. അല്ലെങ്കിൽ ഖബറ നാസിഖിഹി ഔ മഫ്ഊലഹു അല്ലേ? നസ്ഖ് ചെയ്യുന്ന സംഗതികളാണല്ലോ കാന ഇന്ന എന്നുള്ളതൊക്കെ, കഴിഞ്ഞൊല്ലം പഠിച്ചതാണ്. നവാസിഖുൽ ഇബ്തിദാ എന്ന് പറയുന്ന ബാബിൻ്റെ താഴെ വരുന്നതാണ് കാന. അപ്പം നാസിഖിൻ്റെ ഖബർ, നാസിഖാണ് കാന, നാസിഖാണ് ഇന്ന, ആ ഇന്നയുടെ ഖബർ.
അല്ലെങ്കിൽ അതിൻ്റെ മഫ്ഊൽ എന്ന് നമ്മൾ ചിലപ്പം പറയും. എല്ലായിടത്തും ഖബർ എന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ലന്ന നാസിഖാണ്, പക്ഷെ അതിൻ്റെ ഖബർ എന്നല്ല നമ്മൾ വിളിക്കലും, മഫ്ഊൽ എന്നാണ് വിളിക്കൽ. ഉദാഹരണം കാന സൈദുൻ ലാരിബൻ അംബ്ര എന്നുള്ളതിന് നസ്ബ് ചെയ്തത് ആര്? ലാരിബാണ്. അപ്പോൾ ലാരിബ് എങ്ങനെയാണ് നസ്ബ് ചെയ്യാനുള്ള പ്രാപ്തി എങ്ങനെ ലഭിച്ചത്? കാരണം അത് കാന എന്നുള്ളതിൻ്റെ ഖബറാണ്. ഇന്ന സൈദുൻ ലാരിബൻ അംബ്രിന് നസ്ബ് ചെയ്തത് ആര്? ലാരിബ്. ലാരിബിന് എങ്ങനെയാണ് അങ്ങനെ ഒരു അമല് ചെയ്യാനുള്ള പ്രാപ്തി കിട്ടിയത്? ഇന്നയുടെ ഖബറായതുകൊണ്ട്. ലനൻതു സൈദൻ ലാരിബൻ അംബ്രിന് നസ്ബ് ചെയ്തത് ആര്? ലാരിബാണ്. എങ്ങനെയാണ് അതിന് പ്രാപ്തി കിട്ടിയത്? ലന്നയുടെ മഫ്ഊലായി. അയലംതു സൈദൻ അംബ്രൻ ലാരിബൻ ബക്ര എന്നുള്ളതിന് നസ്ബ് ചെയ്തത് ആര്? ലാരിബാണ്. ലാരിബിന് എങ്ങനെ പ്രാപ്തി കിട്ടി? അയലമ എന്നുള്ളതിൻ്റെ മഫ്ഊലായി മാറി. ഇങ്ങനെയൊക്കെ ഇപ്പം എന്തൊക്കെ പറഞ്ഞു? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ശരിയായാൽ മാത്രമേ ഒരു ഇസ്മു ഫായിലിന് അമല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ഇസ്തിഫാം, നിദാ, നഫ്യ് എന്നിവ ഈ ഒരു ഇസ്മു ഫായിലിൻ്റെ മുമ്പ് വരിക ഒന്നുകിൽ, അല്ലെങ്കിൽ ഇസ്മു ഫായിൽ തന്നെ നഅ്താവുക, ഹാലാവുക, അല്ലെങ്കിൽ ഇസ്മു ഫായിൽ ഖബർ ആവുക, അല്ലെങ്കിൽ മഫ്ഊൽ ആവുക. ഓക്കെ, ഇത്രയുമാണ്. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് യകൂനു നഅത മഹ്ദൂഫിൻ ഉരിഫ് ഫയസ്തഹിഖുൽ അമല അല്ലദീ വസിഫ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നഅത്തായിട്ട് വന്നാൽ അമൽ ചെയ്യാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നഅത്ത് തന്നെയായിരിക്കും, പക്ഷെ അതിൻ്റെ മൻഊത്ത് അവിടെ കാണൂല. ഓക്കെ, ഇപ്പം നേരത്തെ ഇവിടെ മൻഊത്ത് കാണാനുണ്ട് അല്ലേ? മറത്തു ബി റജുലിൻ ലാരിബിൻ. ഇവിടെ ലാരിബ് എന്നുള്ള ഇസ്മു ഫായിൽ നഅത്തായിട്ട് വന്നതാണ്. അതിൻ്റെ മൻഊത്ത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്, റജുല്. പക്ഷെ ചിലയിടത്ത് അത് ഇസ്മു ഫായിൽ നഅത്തായിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ മൻഊത്ത് കാണൂല, എന്നാലും അമൽ ചെയ്യും എന്നാണ് പറയുന്നത്. വഖദ് യകൂനു നഅത മഹ്ദൂഫിൻ ഉരിഫ്, അറിയപ്പെട്ട എന്നാൽ കളയപ്പെട്ട, അറിയപ്പെട്ടതായിരിക്കും എന്നാൽ അവിടെ കാണാനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നിൻ്റെ നഅത്തായിട്ട് ചിലപ്പം ഇസ്മു ഫായിൽ വരും. ഫയസ്തഹിഖുൽ അമല, അപ്പോൾ അത് അമലിന് അർഹതയുണ്ടായിരിക്കും. അല്ലദീ വസിഫ്. ഓക്കെ, എന്തിനാണോ ഇത് വസ്ഫാക്കപ്പെട്ടിരിക്കുന്നത്, എന്തിന് വസ്ഫായിട്ടാണോ ഇത് വന്നത്, അതിന് അമല് ചെയ്യാനുള്ള പവർ അതിനുണ്ടാവും. നമ്മൾ ഇവിടെ അതിൻ്റെ ഷറഹ് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ മറ്റ് 2 ബെയ്ത്തുകളുണ്ട്, ആ ബെയ്ത്തുകളൊന്നും വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഖദ് യഅ്തമിദു ഇസ്മുൽ ഫാഇലി അലാ മൗസൂഫിൻ മുഖദ്ദരിൻ ഫയഅമലു അമല ഫിഅലിഹി. ഖദ് യഅ്തമിദു ഇസ്മുൽ ഫാഇലി, ഇസ്മുൽ ഫാഇൽ ചിലപ്പോൾ അവലംബിക്കുക അലാ മൗസൂഫിൻ്റെ മേലായിരിക്കും. മുഖദ്ദരിൻ, മുഖദ്ദറായ സാങ്കല്പികമായ, ഫയഅമലു അമല ഫിഅലിഹി, അപ്പോൾ അത് അതിൻ്റെ ഫെയിലിൻ്റെ അമല് ചെയ്യും. കമാല ഇത്തമദ അലാ മദ്കൂരിൻ, പറയപ്പെട്ട, അപ്പോൾ അത് കളയപ്പെട്ട മൗസൂഫാണ് അല്ലെങ്കിൽ മൻഊത്താണ്. ഇനി പറയപ്പെട്ട മൻഊത്ത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. വകമ്മാലിൻ ഐനൈഹി മിൻ ശൈഇ ഗൈരിഹി ഇദാ റാഹ നഹ്വൽ ജംറത്തിൽ ബീലു ഖദ്ദുമാ. വകമ്മാലിൻ ഐനൈഹി, എത്ര കണ്ണു നിറക്കുന്നവരാണ്. ശരിക്കും എന്താ വേണ്ടത്? വകം റജുലിൻ മാലിഇൻ ഐനൈഹി എന്ന് വേണം അല്ലേ? എത്രയോ പേര്, കണ്ണ് നിറക്കുന്ന എത്ര പേരാണ്. മിൻ ശൈഇ ഗൈരിഹി, അവർക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്. പിന്നെ അങ്ങനെ പോവാണ്, അതൊന്നും നമ്മൾ അർത്ഥം വെക്കുന്നില്ല. ഷാഹിദ് ബെയ്ത്ത് കൂടുതൽ ഷാഹിദ് മാത്രം നോക്കൂ. ഫഐനൈഹി എന്നുള്ളത് മൻസൂബും ബി മാലിഇൻ. ഇവിടെ ഐനൈഹി, അവൻ്റെ 2 കണ്ണുകൾ എന്നുള്ളത് നസ്ബ് ചെയ്തതിൻ്റെ അതിൻ്റെ നാസിബാര മാലി ആണ്. പക്ഷെ മാലി എന്നുള്ളത് സിഫത്താണ്, അതിൻ്റെ മൗസൂഫ് കാണാനില്ല. എല്ലാവർക്കും അറിയാം അതെന്താണ്. കം ഷഖ്സിൻ മാലിൻ അല്ലെങ്കിൽ കം റജുലിൻ മാലിഇൻ, കണ്ണ് നിറക്കുന്ന എത്ര പേരാണ് എന്നാണ്. അപ്പോൾ അത്ര മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.